ലോകം മുഴുവനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം കൊൽക്കത്ത കേസിന്റെ അപ്ഡേറ്റ്സ് ആണ്. അതിന് കാരണം ഓരോ ദിവസം പുറത്തു വരുന്നതും അത്രയേറെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചാനൽ പോലും ഒരുപാട് പേർ ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ്സിനായി. നിക്രോഫീലിയ എന്ന മെന്റൽ ഡിസോർഡർ സഞ്ജയ് റോയ്ക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതായത് ശവശരീരങ്ങളോടുള്ള ഒരു ലൈംഗിക ആകർഷണം. ഇതിനെയാണ് നിക്രോഫീലിയ എന്ന് പറയുന്നത്. ഇങ്ങനൊരു രോഗം സഞ്ജയ് റോയ്ക്ക് ഉണ്ടെന്നുള്ളത് അവന്റെ ഫോണിലുള്ള ഫൂട്ടേജസ് വഴി തന്നെ CBIക്ക് മനസ്സിലായി. CBI അവരുടെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചത് അവന്റെ ഫോണിലുണ്ടായിരുന്ന ഫൂട്ടേജ് ഈ ആർജേക്കർ മെഡിക്കൽ കോളേജിനകത്തുള്ള ആശുപത്രിക്കകത്തുള്ള ഈ ശവശരീരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറി, മോർച്ചറി, ആ മോർച്ചറിക്കുള്ളിലെ മൃതശരീരങ്ങളുമായി ഇവൻ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോസ് മുഴുവനും അവന്റെ ഫോണിലുണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ശരീരങ്ങളുമായി ബന്ധപ്പെടുന്ന സമയത്ത് ആരോ അത് വീഡിയോ എടുത്തിട്ടുണ്ട്. കൂടാതെ ഇവൻ ഉൾപ്പെടെ മറ്റു ചില സിവിക് വോളണ്ടിയേഴ്സ് ചേർന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലുള്ള വീഡിയോസും എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. അതായത് മൃതശരീരങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇവനും മറ്റു ചിലരും കണ്ടുകൊണ്ടിരിക്കുന്നത് പോലുള്ള ചില വീഡിയോസും അവന്റെ ഫോണിൽ നിന്നും CBI കണ്ടെത്തി. എന്തുകൊണ്ട് ഇത് വീഡിയോസായി എടുക്കണം? ഇത് വീഡിയോസായി എടുത്ത് എന്തുകൊണ്ട് അവന്റെ ഫോണിൽ സൂക്ഷിക്കണം? കൂടാതെ അവൻ ഈ വീഡിയോസ് എടുത്ത് ഒരുപാട് ഇല്ലീഗൽ വെബ്സൈറ്റിൽ, ഫോറിൻ ഇല്ലീഗൽ വെബ്സൈറ്റിൽ സെയിൽ ചെയ്തിട്ടുണ്ടോ? ഇത് കാശ് കൊടുത്ത് വാങ്ങാൻ തന്നെ ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് ഈ വീഡിയോസ് ഇവൻ വിറ്റിട്ടുണ്ടോ? ഇതിന് ഇവനെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ആ മുറിയിലേക്ക് പോകാൻ ഇവന് ആരാണ് അനുവാദം നൽകിയത്? കാരണം ആ മുറിയിൽ 7:30 അല്ലെങ്കിൽ 8:30 ശേഷം ആരും പോകാൻ പാടില്ല. പ്രധാനപ്പെട്ട ചില വ്യക്തികൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. അതിൻ്റെ മെയിൻ ഡോർ ലോക്ക് ചെയ്യും. ആ ലോക്ക് ചെയ്ത് അതിൻ്റെ കീ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് HODയുടെ കയ്യിലാവും ഉണ്ടാവുക. അങ്ങനെയുള്ളപ്പോൾ ആ സമയം ഇവൻ എങ്ങനെ അതിനകത്ത് കയറി? രാത്രി അതിനകത്തേക്ക് കയറാൻ ആർക്കും അനുവാദമില്ല. ആ സമയത്ത് ഒരു മൃതദേഹം വരികയാണെങ്കിൽ ബാക്ക് ഡോർ വഴി മാത്രമേ അകത്തേക്ക് കയറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇവൻ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആ മുറിയിലേക്ക് കയറാൻ അവൻ ആരാണ് അനുവാദം നൽകിയത്? ഈ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ ആ മുറിയുടെ ഇൻചാർജ് ആയിരുന്ന വ്യക്തി പ്രബീർ എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരുന്നു. ഇപ്പോൾ CBI അയാളിൽ ഒരു അന്വേഷണം നടത്തുന്നു. എന്തുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു ആക്സസ് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എല്ലാം തൃപ്തികരമായിരുന്നില്ല. കൂടാതെ അന്വേഷണത്തിന് ശേഷം അയാൾക്ക് CBI ഫോൺ ചെയ്യുമ്പോഴും അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. മെസ്സേജ് അയച്ച് ഒരു പ്രതികരണത്തിനായി കാത്തിരിക്കുമ്പോഴും അയാൾ ആ മെസ്സേജിനും റിപ്ലൈ ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തി. കൂടാതെ ആ മുറിയിലുള്ള CCTV ഫൂട്ടേജസ് എല്ലാം CBI നോക്കുകയാണ്. സഞ്ജയ് റോയ് അല്ലാതെ മറ്റാരൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട്, പുറത്തേക്ക് വന്നിട്ടുണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള അന്വേഷണവും CBI നടത്തുന്നുണ്ട്. കാരണം ഈ കൊൽക്കത്ത ഡോക്ടറുടെ മരണവും സഞ്ജയ് റോയ് ശവശരീരങ്ങളുമായി ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിനെക്കുറിച്ചും CBI അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ 2021 മുതൽ വർഷത്തിൽ 60 ശവശരീരങ്ങൾ ആ മോർച്ചറിയിൽ നിന്നും കാണാതായിട്ടുണ്ട്. അതും ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കുന്നതിന് വേണ്ടി അവയെല്ലാം മാറ്റിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. ഈ വീഡിയോസ് എല്ലാം എടുത്ത് പുറം നാടുകളിലെ ഇല്ലീഗൽ സൈറ്റിൽ വിറ്റിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട്. ഈ HOD പ്രോപ്പറായി മറുപടി പറയാത്തതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ജോലിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വൈകുന്നേരം രാത്രികളിലൊക്കെ മദ്യക്കുപ്പിയുമായി ചിലർ വരും. അത് ഞങ്ങൾക്ക് പുറത്തു പറയാൻ ഭയമാണ്. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോകും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന ഭയത്തിലായിരുന്നു ഞങ്ങളെന്ന് ജോലി ചെയ്യുന്ന മറ്റു ചിലർ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് വ്യക്തമായി തന്നെ അറിയാം. പക്ഷെ പുറത്ത് പറയാൻ ഭയമാണ്. മരിച്ചുപോയ ഡോക്ടറുടെ മാതാപിതാക്കൾ പറഞ്ഞത്, എൻ്റെ മകൾക്ക് വരുന്ന രോഗികൾക്കൊക്കെ നല്ല ചികിത്സ നൽകണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം. കൂടാതെ അവൾ ആശുപത്രിയിൽ നടക്കുന്ന ചില രഹസ്യങ്ങൾ പുറത്ത് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അവളുടെ പക്കൽ അതിനായിട്ടുള്ള ചില തെളിവുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ മകളെ നിശബ്ദയാക്കിയത്, ശാശ്വതമായി അവളെ നിശബ്ദയാക്കിയത് എന്നും പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ വന്നു പോകും. തുടർന്ന് എന്തെല്ലാം കൊൽക്കത്ത കേസിൽ സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വ്യക്തമായി നമുക്കറിയാം. CBIയുടെ അന്വേഷണത്തിൽ പോലീസ് ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് ഘട്ടങ്ങളിൽ പല വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു കേസിനെ സംബന്ധിച്ച് ആ ലേഡി ഡോക്ടറുടെ ബ്ലഡ് സാമ്പിൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തുടർന്നുള്ള അന്വേഷണത്തിനെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അത് ഭദ്രമായി സൂക്ഷിക്കണമായിരുന്നു.
എന്നാൽ പോലീസ് അത് ചെയ്തില്ല. പ്രധാനമായും ആ ബ്ലഡ് സാമ്പിൾ 4 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ക്ലോട്ടാകും. അങ്ങനെ ക്ലോട്ടായാൽ അത് ശരിയായ ഒരു റിസൾട്ട് നൽകില്ല. ഇതാണ് ബേസിക് റൂൾ. എങ്ങനെയാണോ നമ്മൾ 2 വീലറിൽ പോകുമ്പോൾ ഹെൽമറ്റ് ധരിക്കണം എന്നുള്ളത് ഒരു ബേസിക് റൂളായിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കേസുകളിൽ ഇതും ഒരു ബേസിക് റൂളാണ്. എന്തുകൊണ്ട് 4 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ ആ ബ്ലഡ് സാമ്പിൾ ഭദ്രമായി സൂക്ഷിച്ചില്ല എന്ന് CBI പോലീസിനെ നോക്കി ചോദിച്ചു. ഇതിന് പോലീസിന് ശരിയായ മറുപടിയുമില്ലായിരുന്നു. കൂടാതെ ഈ ശരീര പരിശോധന നടത്തിയതിന്റെ ഒരു റെസിപ്റ്റ് ഉണ്ടാകും. ആ റെസിപ്റ്റ് പോലും കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന്റെ പക്കലില്ല. എന്തുകൊണ്ട് അത് ഇല്ല എന്ന് ചോദ്യം ചോദിക്കുന്നു. ഇതിനെല്ലാം ഉപരി ശരീര പരിശോധനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർജറി സംഭവിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ മീഡിയാസിലെല്ലാം ഇത് വളരെ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് പരിശോധിക്കാം. അതിൽ നൽകിയിട്ടുള്ളത് ഈ ശരീര പരിശോധന, അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ആർജേക്കർ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഏത് സമയത്ത് ശരീര പരിശോധന നടക്കണം എന്നുള്ളതിന് ചില റൂൾസ് ഉണ്ട്. അതായത് ഉച്ചയ്ക്ക് 3 മണി വരെ മാത്രമേ ഈ ശരീര പരിശോധന നടക്കാൻ പാടുള്ളൂ. ഇത് 2020 വെസ്റ്റ് ബംഗാളിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നൽകിയ ഒരു റൂളാണ്. 3 മണിക്ക് ശേഷം ഒരു അടിയന്തര സാഹചര്യത്തിൽ ശരീര പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറിൽ നിന്നും ഒരു അനുവാദം വാങ്ങണം. സൂപ്രണ്ട് ഓഫ് പോലീസിൽ നിന്നും ഒരു അനുവാദം വാങ്ങണം. അവരുടെ അനുവാദത്തിന് കീഴിൽ മാത്രമേ ഈ ശരീര പരിശോധന നടക്കാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിച്ചത്, ഈ ഡോക്ടറുടെ കേസിൽ സംഭവിച്ചത് ശരീര പരിശോധന 4 മണിക്ക് ശേഷമാണ് നടന്നത്. അപ്പോൾ ആരോട് അനുവാദം വാങ്ങി ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ സബ് ഇൻസ്പെക്ടറോടായിരുന്നു പെർമിഷൻ വാങ്ങിയത്. ആ ലെറ്ററിൽ പോലും പോലീസിന്റെ ഒരു ലെറ്റർ ഹെഡ് പോലും ഇല്ല. സാധാരണ ഒരു വെള്ള പേപ്പറിൽ എഴുതി സൈൻ വാങ്ങി എന്നാണ് നാഷണൽ മീഡിയാസ് എല്ലാം പറയുന്നത്. അതായത് ശരീര പരിശോധന പോലും ഇല്ലീഗലായിട്ടാണ് സംഭവിച്ചത്. കൂടാതെ ഈ ഒരു കേസിലൂടെ സന്ദീപ് ഘോഷിനെ കുറിച്ചുള്ള പല വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അയാൾ എന്തൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷിക്കുമ്പോൾ അവസാന 5 വർഷത്തിൽ അയാൾ നടത്തിയ പല കാര്യങ്ങളും പുറത്തുവരാൻ തുടങ്ങി. ഭാര്യയായ സംഗീത ഘോഷിനെയും ചോദ്യം ചെയ്തു. അവസാന 5 വർഷത്തിൽ മാത്രം എങ്ങനെയാണ് ഒരു കോളേജ് പ്രിൻസിപ്പളുടെ കയ്യിൽ ഇത്രയേറെ സ്വർണം, ഇത്രയേറെ പണം, ഇത്രയേറെ പ്രോപ്പർട്ടീസ്, ഇത്രയേറെ സ്വത്ത് എങ്ങനെ വന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് ഈ ആർജേക്കർ മെഡിക്കൽ കോളേജ് 2022-23 ആ ഒരു വർഷത്തിൽ 84 ഇല്ലീഗൽ അപ്പോയിന്റ്മെന്റ്സ് നൽകിയിട്ടുണ്ട് എന്നറിയാൻ സാധിച്ചു. ഓർത്തോപീഡിയ വിഭാഗത്തിന്റെ HOD ആയിരിക്കുന്ന സമയം ഹോങ്കോങ്ങിൽ ഒരു എക്സ്ചേഞ്ച് മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിംഗിന് പോയപ്പോൾ സന്ദീപ് ഘോഷ് ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ഒരു പുരുഷ നഴ്സിന്റെ ഇടുപ്പിൽ കയറി പിടിച്ചു. കൂടാതെ അയാളുടെ ശരീരത്തിൽ അയാളുടെ അനുവാദമില്ലാതെ ഇയാൾ തൊട്ടു. ഇങ്ങനെ ഒരു കേസ് ഫയലായിട്ടുണ്ട് ഹോങ്കോങ് കോർട്ടിൽ. ആ കേസിൽ അയാൾ പറഞ്ഞത്, എൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അവർക്ക് മനസ്സിലാകാത്തതാണ്. എല്ലിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാകും എന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചതാണ്. പക്ഷേ ആ ഒരു നേഴ്സ് പറഞ്ഞത് അയാൾ എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചുവെന്നാണ്. അതൊരു വലിയ ചർച്ചയായി മാറുകയും ഒരു കേസായി തന്നെ ഫയലാവുകയും ചെയ്തു. ഇങ്ങനെ ഒരു കേസുള്ള ഒരു വ്യക്തിയെ എങ്ങനെ ഇത്രയും വലിയ ഒരു ആശുപത്രിയിൽ പ്രിൻസിപ്പലാക്കി മാറ്റി? ആരിയാളെ അപ്പോയിന്റ്മെന്റ് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ പോലും ഉയരുന്നുണ്ട്. ഇവിടെ ഈ കൊൽക്കത്ത ഡോക്ടറുടെ മരണത്തിന് പുറകിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഈ മരണത്തിന് നീതി വേണം എന്നാവശ്യപ്പെടുമ്പോൾ സന്ദീപ് ഘോഷ് ചെയ്ത എല്ലാ അഴിമതികളും പുറത്തുവരാൻ തുടങ്ങി. കൂടാതെ ആ മോർച്ചറിയിൽ പോലും എങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതും പതിയെ സഞ്ജയ് റോയ് വഴി തന്നെ പുറത്തുവരാൻ തുടങ്ങി. മരിച്ച പെൺകുട്ടി വളരെ സത്യസന്ധയും യഥാർത്ഥവുമായ സ്വപ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്ന പെൺകുട്ടി. അവൾ എത്ര സമയം വേണമെങ്കിലും രോഗികളെ പരിചരിക്കും, മുഖം ചുളിക്കുകയില്ല, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് എതിരെ ഒരു അനീതി നടക്കുമ്പോൾ, ഈ രോഗികൾക്കെതിരെ എന്തെങ്കിലും ഒരു അനീതി സംഭവിക്കുമ്പോൾ അവൾ സ്വരമുയർത്തുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ മരണത്തിന് ശേഷം ആർജേക്കർ മെഡിക്കൽ കോളേജിനുള്ളിൽ നിന്നും ഇത്രയേറെ സംഭവങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ എന്ന് കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ സംസാരിക്കുന്നു. അവർക്ക് ന്യായം വേണം, നീതി വേണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യവും. കൂടാതെ ഇന്ന് ഈ ആർജേക്കർ മെഡിക്കൽ കോളേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഭയത്തോടു കൂടിയാണ് നോക്കുന്നത്. പക്ഷേ ഒരു കാലം ഉണ്ടായിരുന്നു, ആർജേക്കർ മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് കിട്ടുക, അവിടെ ജോലി ചെയ്യുക, അതൊക്കെ വലിയൊരു ഭാഗ്യമായി കാണുന്നവർ, അതൊരു സ്വപ്നമായി കാണുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിന് കാരണം ആർജേക്കർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഈ ഒരു സംഭവത്തിലൂടെ കളങ്കമാക്കപ്പെട്ടത്. ഈ ആർജേക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രി രൂപം കൊള്ളാൻ കാരണം ഒരു മനുഷ്യന്റെ ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായിരുന്നു. രാധാ ഗോവിന്ദർക്കർ എന്ന വ്യക്തിയാണ് ആർജേക്കർ മെഡിക്കൽ കോളേജിന്റെ ഫൗണ്ടർ. അദ്ദേഹത്തിന് മെഡിസിൻ പഠിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. ജിംനാസ്റ്റിക്കിൽ ആഗ്രഹമുണ്ടായിരുന്നു. തിയേറ്റർ ആർട്ടിസ്റ്റ് ആകണമെന്നുള്ളതും ഒരാഗ്രഹമായിരുന്നു. ആ ഒരു പാതയിലൂടെ പോകണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് നീയും ഡോക്ടറായാൽ മതി എന്ന് പറഞ്ഞു.
കൊൽക്കത്തയിൽ UG പഠിച്ചു. ഇംഗ്ലണ്ടിൽ ചെന്ന് PG പഠിച്ച് നാട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് കൊൽക്കത്തയിൽ കോളറ, പ്ലേഗ് ഒക്കെ കൊണ്ട് ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ഡോക്ടേഴ്സിന്റെ ആവശ്യം വന്നു. ആ സമയത്ത് 1886 ഒരു റെന്റഡ് ഹൗസ് എടുത്ത് അതിനെ ഒരു ആശുപത്രിയാക്കി മാറ്റി. ആ സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠിച്ച് മെഡിസിൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം ആ പുസ്തകങ്ങളെല്ലാം ബംഗാളിയിലേക്ക് പരിഭാഷ ചെയ്യാൻ തുടങ്ങി. കൺവേർട്ട് ചെയ്തത് മാത്രമല്ല, അതിനെ വീണ്ടും വളർത്തിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സ്വന്തമായി ഉണ്ടായിരുന്ന പണമെല്ലാം അതിനുവേണ്ടി ചിലവാക്കി. ഒരുപാട് പേരോട് പണം ചോദിച്ചു. പക്ഷേ പലരും അദ്ദേഹത്തെ സഹായിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്തത് വലിയ വലിയ കല്യാണ മണ്ഡപങ്ങളുടെ മുൻപിൽ ചെന്ന് നിൽക്കും. അവിടെ വരുന്ന സമ്പന്നരോട് കൈനീട്ടി പണം ചോദിക്കും. ഇംഗ്ലണ്ടിൽ പഠിച്ച അദ്ദേഹത്തിന് അവിടെ തന്നെ ഡോക്ടറായി നന്നായി ജീവിക്കാമായിരുന്നു. ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എങ്കിലും അദ്ദേഹം ഒരുപാട് പേരെ രക്ഷിക്കാൻ പലരോടും കൈനീട്ടി പണം വാങ്ങുകയും ഒരു സാമൂഹിക സേവനത്തിന് വേണ്ടി ഇക്കാര്യം ചെയ്തു. 1898 4 ഏക്കർ സ്ഥലം വാങ്ങി. ആ സമയത്ത് വില 12,000 രൂപയായിരുന്നു. അങ്ങനെ പല വർഷം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് പണം ശേഖരിച്ച് 30 ബെഡുകളുള്ള ഒരു ചെറിയ ആശുപത്രി നിർമ്മിച്ചു. 1918 വരെയും അവിടെ ചെറിയ രീതിയിലുള്ള കെട്ടിടങ്ങളെല്ലാം പണിത് വന്നു. ചെറിയ ഫെസിലിറ്റീസ് എല്ലാം കൊണ്ടുവന്നു. കൂടാതെ ആ ഒരു സ്ഥലം തന്നെ എന്തിന് അദ്ദേഹം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 10-15 ദൂരം മാത്രമേ ഉള്ളൂ ആശുപത്രിയിലേക്ക്. രോഗികൾക്ക് പെട്ടെന്ന് എത്താൻ കഴിയണം എന്നതിന് വേണ്ടിയായിരുന്നു ആ ഒരു സ്ഥലം തന്നെ അദ്ദേഹം സെലക്ട് ചെയ്തത്. ഏഷ്യയിൽ ഗവൺമെന്റ് ഫണ്ടിംഗ് ഇല്ലാതെ നിർമ്മിച്ച ആദ്യത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന ഒരു പ്രശസ്തി ആർച്ചേക്കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വാങ്ങി. പക്ഷെ ആ സമയം ഈ പേരിലായിരുന്നില്ല ആശുപത്രി അറിയപ്പെട്ടത്. പിന്നീട് അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 1958 ഗവൺമെന്റ് ആ ഒരു ആശുപത്രിയെ ടേക്ക് ഓവർ ചെയ്യുന്നു. എന്നിട്ട് ആ ആശുപത്രിക്ക് അദ്ദേഹത്തിന്റെ പേര് തന്നെ കൊടുക്കുന്നു. രാധാ ഗോബിന്ദർക്കർ എന്ന പേരിനെ ആർജേക്കർ മെഡിക്കൽ കോളേജാക്കി മാറ്റി. അതിനാൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ആർജേക്കർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതും അവിടെ ജോലി ചെയ്യുന്നതൊക്കെ വലിയ ഭാഗ്യമാണ്, അതൊക്കെ സ്വപ്നമായി കണ്ടു. കാരണം എല്ലാവരും അതിൻ്റെ സ്ഥാപകനായ രാധാ ഗോബിന്ദർക്കർ എന്ന വ്യക്തിയെ ബഹുമാനത്തോടു കൂടി നോക്കി. പക്ഷെ ഇന്ന് ലോകം ഈ ആശുപത്രി കാണുന്നത് മറ്റൊരു രീതിയിലാണ്, മറ്റൊരു കാഴ്ചപ്പാടിലാണ്. ഈയൊരു വലിയ മനുഷ്യൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇത്രയേറെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ സ്ഥാപനത്തിൽ ഇത്രയേറെ അഴിമതിയും ചൂഷണവും മനുഷ്യത്വരഹിതമായ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ദുഃഖം. ആ മനുഷ്യന്റെ അധ്വാന ഫലമെല്ലാം ഇന്ന് വിഫലമായി മാറിയിരിക്കുന്നു. ഇനി ഈ ആർജേക്കർ മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങണം, പഠിക്കണം, ജോലി ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരല്പം ചിന്തിക്കും. കാരണം പുറത്ത് വന്നത് തന്നെ ഇത്രയും ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണെങ്കിൽ പുറത്ത് വരാതെ മറഞ്ഞു കിടക്കുന്നത് എത്രയൊക്കെ ആയിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.